നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ കേസിൽ കേരളം മനോഹരമായി തോറ്റു. കേരളത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച 2 ചീഫ് ജസ്റ്റിസുമാർ കേസ് കേട്ടപ്പോഴാണ് കേരളം തോറ്റത്. 4 ജില്ലകളിലെ നിരപരാധികളായ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ തീ കോരിയിട്ടുകൊണ്ടാണ് കേരളം തോറ്റുകൊടുത്തത്. MK സ്റ്റാലിനും പിണറായി വിജയനും ബോട്ടിൽ കുമരകം കായലിലൂടെ കറങ്ങിയപ്പോൾ തന്നെ കേരളം കേസ് തോൽക്കുമെന്ന് വ്യക്തമായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന ആശങ്ക മാത്രമാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. 135 വർഷത്തെ കാലവർഷം അണക്കെട്ട് അതിജീവിച്ചതാണെന്നും ചൂണ്ടിക്കാട്ടിയ സുപ്രീം കോടതി മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ 3 അംഗ ബെഞ്ച് പരിഗണിക്കുമെന്നും അറിയിച്ചു. ജസ്റ്റിസുമാരായ ഹൃഷികേശ് റോയ്, SVN ഭട്ടി എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. വർഷങ്ങളായി ഡാം പൊട്ടുമെന്ന ഭീതിയിൽ ആളുകൾ ജീവിക്കുകയാണെന്നും എന്നാൽ ഡാമിന്റെ ആയുസ് പറഞ്ഞതിനേക്കാൾ 2 ഇരട്ടി കഴിഞ്ഞല്ലോ എന്നും കോടതി ചോദിച്ചു. സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് പറയപ്പെടുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് തങ്ങൾ. 135 വർഷത്തെ കാലവർഷം മറികടന്നതാണ്. ആ അണക്കെട്ട് നിർമ്മിച്ചവരോട് നന്ദി പറയുന്നുവെന്നും കോടതി പറഞ്ഞു. ജസ്റ്റിസ് ഹൃഷികേശ് റോയ് നേരത്തെ കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ജസ്റ്റിസ് SVN ഭട്ടി ഹൈക്കോടതിയിൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായും പ്രവർത്തിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോഴെല്ലാം തോൽക്കുന്ന പതിവാണ് കേരളത്തിനുള്ളത്. രാജ്യം കണ്ട ഏറ്റവും മികച്ച അഭിഭാഷകരെ ഇറക്കിയാണ് തമിഴ്നാട് കേസ് നടത്തുന്നത്. എന്നാൽ കേരളം തോൽക്കാൻ വേണ്ടി കേസ് നടത്തും. കർണാടകയിലെ വിജയനഗര, കൊപ്പൽ ജില്ലകൾക്കിടയിൽ തുംഗഭദ്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 2449 മീറ്റർ നീളമുള്ള അണക്കെട്ടായ തുംഗഭദ്ര അണക്കെട്ടിന് ബലക്ഷയം സംഭവിച്ചപ്പോഴാണ് മുല്ലപ്പെരിയാർ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത്. കൃഷി, ജലസേചനം, വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കുക തുടങ്ങി വിവിധ ലക്ഷ്യങ്ങളോടെ 1949 അന്ന് നിലനിന്നിരുന്ന ഹൈദരാബാദ് രാജ്യവും മദ്രാസ് പ്രസിഡൻസിയും ചേർന്നാണ് ഈ അണക്കെട്ടിന്റെ നിർമ്മാണം തുടങ്ങിയത്. 1953 പണി പൂർത്തീകരിച്ച് ഡാം പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. നീണ്ട 71 വർഷത്തിന് ശേഷം ഡാമിന്റെ ഗേറ്റുകളിൽ ഒന്നിന്റെ ചങ്ങല പൊട്ടിയതോടെ ഡാം തകരാതിരിക്കാൻ കർണാടക സർക്കാർ ഡാമിന്റെ എല്ലാ ഷട്ടറും തുറന്നുവിട്ടു. തുംഗഭദ്ര ഡാമിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം കഴിഞ്ഞാൽ സുർക്കി മിശ്രിതത്തിൽ നിർമ്മിച്ച 2ാമത്തെ ഡാമാണ് ഇത്. ഇത്തരമൊരു പ്രശ്നം മുല്ലപ്പെരിയാർ ഡാമിൽ ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതത്തെ കുറിച്ച് വീണ്ടും ഈ അവസരത്തിൽ ചർച്ച വന്നു. ഒപ്പം വയനാട്ടിലെ മണ്ണിടിച്ചിലിന്റെ കാരണങ്ങളും ആഘാതവും പുറത്തു വന്നതോടെ മുല്ലപ്പെരിയാർ മെല്ലെ വീണ്ടും ഒരാശങ്കയായി സമൂഹ മാധ്യമങ്ങളിലും മറ്റും ചർച്ചയായി തുടങ്ങി. മഴക്കാലത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും മുല്ലപ്പെരിയാർ ചർച്ച കേരളത്തിൽ ചൂടുപിടിക്കാറുണ്ട്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഡാമിന്റെ പ്രവർത്തനത്തിന് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയാത്തതാണ് ഇത്തരം ചർച്ചയ്ക്ക് കാരണമായത്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നു ഇത്രയും സുരക്ഷിതമായ മറ്റൊരു അണക്കെട്ടില്ലത്. തമിഴ്നാട്ടിലെ മധുര, രാമനാഥപുരം, ഡിണ്ടിഗൽ, തേനി ജില്ലകളിൽ കൃഷിക്കും ജനജീവിതം എളുപ്പമാക്കാനും 1887 അന്നത്തെ തിരുവിതാംകൂർ രാജ്യവും മദ്രാസ് പ്രസിഡൻസിയും തമ്മിലെ കരാർ പ്രകാരമാണ് പെരിയാറിൽ ഡാമിന്റെ പണി തുടങ്ങിയത്. 1895 ഒക്ടോബർ 10 ഡാമിന്റെ പണി പൂർത്തിയാക്കി. ബ്രിട്ടീഷുകാരായ ജോൺ പെനിക്യൂക്ക് ആണ് ഡാമിന്റെ ശില്പി. 999 വർഷത്തേക്ക് പാട്ടത്തിനാണ് കരാർ ഒപ്പിട്ടത്. അത്ര നാളിന് ശേഷവും മദ്രാസ് സർക്കാർ കരാർ പുതുക്കണമെന്ന് കരുതുന്നെങ്കിൽ അതിനും അനുവദിക്കുന്നതായിരുന്നു കരാർ. 1886 ഒക്ടോബർ 29 ഇത്. അരനൂറ്റാണ്ട് മാത്രം കാലാവധി കണ്ട് നിർമ്മിച്ച ഡാം 135 കൊല്ലത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രദേശവാസികൾക്ക് ആശങ്കയും കേരളവും തമിഴ്നാട് തമ്മിൽ തർക്കത്തിനും ഇടയാക്കുകയാണ്. ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കത്തിന്റെ ഭാഗമായി തമിഴ്നാട് സമർപ്പിച്ച ഹർജിയിൽ കേരളത്തിന് അനുകൂലമായ നടപടിയിലേക്ക് സുപ്രീം കോടതി കടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായ പരമോന്നത കോടതി കേരളത്തിനെതിരെ തിരിഞ്ഞത്. 2006 കേരളത്തിനെതിരായ ആദ്യ സുപ്രീം കോടതി വിധിക്ക് ആധാരമായ ഹർജി മുല്ലപ്പെരിയാർ പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന പേരിൽ സ്വകാര്യ വ്യക്തികൾ നൽകിയതായിരുന്നു. വിധി തമിഴ്നാടിന് അനുകൂലമായില്ലെങ്കിലും നടപ്പായില്ല. 2006 മാർച്ചിൽ കേരളം ഡാം സുരക്ഷാ നിയമം ഭേദഗതി ചെയ്തത് സുപ്രീം കോടതി വിധി മറികടക്കാനാണെന്ന വാദവുമായി തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ കേസ് തീർപ്പാക്കി 2014 മെയ് 7 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് RM ലോധ അധ്യക്ഷനായ 5 അംഗ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയും കേരളത്തിന് എതിരായിരുന്നു. എന്നിട്ടും കേരളം പുനഃപരിശോധന ഹർജിയുടെ സാധ്യത പോലും പരിശോധിച്ചില്ല. അന്ന് മുല്ലപ്പെരിയാറിന് വേണ്ടി കരയുന്ന PJ ജോസഫ് ആയിരുന്നു ജലവിഭവ മന്ത്രി. അതിനിടെയാണ് തമിഴ്നാട് നൽകിയ OS 4/2014 എന്ന മറ്റൊരു ഹർജിയിൽ കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന തീരുമാനമുണ്ടായത്. അനുകൂല
പ്രതികൂലമായ ഈ സാഹചര്യം ഫലപ്രദമായി വിനിയോഗിച്ചാൽ ചിലപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന്റെ നിയന്ത്രണത്തിലായേക്കുമെന്ന് സൂചനകളുണ്ട്. പുതിയ ഡാം നിർമ്മിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ജലസേചന മന്ത്രി റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത്. കേരളത്തിൽ നിന്നുള്ള എംപിമാരും ഇത് സഭയിൽ അവതരിപ്പിച്ചിരുന്നു. 2000 മുല്ലപ്പെരിയാർ ഭാഗത്തുണ്ടായ ഭൂകമ്പം ഡാമിന്റെ സമീപവാസികളുടെയും കേരളത്തിനെ പൊതുവെയും ഭയചകിതരാക്കി. ഭ്രംശമേഖലയിലാണ് ഡാം സ്ഥിതി ചെയ്യുന്നതെന്ന് ചില പഠനങ്ങൾ പുറത്തുവന്നു. ഡാമിന് സമീപമുള്ള ബേബി ഡാമും സുരക്ഷിതമല്ലെന്ന് വന്നതോടെ കേരളത്തിൽ ഇത് വലിയ ചർച്ചയായി. എന്നാൽ ഇവിടങ്ങളിൽ മുൻപ് അറ്റകുറ്റപ്പണി നടന്നതാണെന്ന് വാദിച്ച് തമിഴ്നാട് ഇതിനെ തള്ളി. ഡാമിന് തകർച്ചയുണ്ടായാൽ വെള്ളം പാഞ്ഞെത്തുന്ന ഇടുക്കി അണക്കെട്ടും ഒപ്പം 11 അണക്കെട്ടുകളും തകരുമെന്നും തൃശൂരിനും പത്തനംതിട്ടയ്ക്കും ഇടയിൽ ജില്ലകളിലെ ജനങ്ങൾക്കും ജീവികൾക്കും പ്രകൃതിക്കും സാരമായ പ്രശ്നമുണ്ടാകും എന്നുമാണ് പറയപ്പെടുന്നത്. ഇതും ചർച്ചകൾക്ക് കാരണമായി. 2-ാം നൂറ്റാണ്ടിൽ അന്നത്തെ തമിഴ്നാട്ടിലെ പ്രബലനായ രാജാവ് കരികാല ചോളൻ കാവേരി നദിയിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്ക പ്രശ്നം തടയാനും തഞ്ചാവൂരിൽ കൃഷി ആവശ്യത്തിന് ഒരു ഡാം നിർമ്മിച്ചു. അതാണ് കല്ലണൈ. 1080 അടി വീതിയും 66 അടി ഉയരവും ഇതിനുണ്ട്. പാറകൾ നിരത്തി ഉണ്ടാക്കിയ ഈ അണ 1900 വർഷത്തോളമായി കാവേരിയിലെ വെള്ളപ്പൊക്കത്തെ തടഞ്ഞ് തമിഴ്നാട്ടിൽ ഇന്നും നിലനിൽക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ അണക്കെട്ടായി. ഡാം തകർച്ചയും അതുമൂലം ജീവനാശവും പ്രകൃതിനാശവും എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയിൽ പെൻസിൽവാനിയയിൽ സൗത്ത് ഫോർക്ക് ഡാം 1889 മെയ് 31 തകർന്നു. പ്രദേശത്ത് അസാധാരണമാവിധം വീശിയടിച്ച കാറ്റിനെ തുടർന്നാണ് ഡാം തകരാനിടയായത്. 2209 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. $17 മില്യൺ നാശവും അന്നുണ്ടായി. ഇംഗ്ലണ്ടിലെ ഷെഫീൽഡ്സിൽ 1864 ഉണ്ടായ ഡേൽ ഡെക്ക് റിസർവോയർ അപകടവും 244 പേരുടെ ജീവനെടുത്തു. ചെറിയൊരു വിള്ളൽ ഡാമിലുണ്ടെന്ന് ഒരു എഞ്ചിനീയർ കണ്ടെത്തി. മണിക്കൂറുകൾക്കകമാണ് ഈ അപകടമുണ്ടായത്. ബ്രസീലിലെ ഡാം ഐ എന്ന് വിളിക്കപ്പെടുന്ന ബ്രുമതിഞ്ഞോ ഡാം 2019 തകർന്നതാണ് അടുത്ത കാലത്തുണ്ടായ വലിയ നാശം വിതയ്ക്കുന്ന ഒന്ന്. 120 കിലോമീറ്റർ നീളത്തിൽ 21 മുനിസിപ്പാലിറ്റികൾ ഇല്ലാതായി. 270 പേർ മരിച്ചു. ഇവരിൽ പലരെയും കണ്ടെത്താനേ കഴിഞ്ഞില്ല. മനുഷ്യർ ഡാമുകൾ നിർമ്മിച്ച കാലം മുതൽ തന്നെ അവയുടെ തകർച്ചയും ഉണ്ടായിട്ടുണ്ട്. 5000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലും യമനിലും ഡാമുകൾ അഥവാ ജലസംഭരണികൾ തകർന്ന വിവരങ്ങൾ ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രളയവും ഉരുൾപൊട്ടലും മലയാളികൾക്ക് ഇന്ന് സുപരിചിതമായ വാക്കുകളാണ്. ഒരു ദിവസത്തിലധികം നിർത്താതെ മഴ പെയ്താൽ കേരളത്തിലെ നഗരങ്ങളും ശ്രമങ്ങളുമെല്ലാം ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. അതുപോലെ പ്രളയ സമയത്ത് മാത്രം ചർച്ചയാകുന്ന ഒരു അണക്കെട്ടും കേരളത്തിലുണ്ട്, മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ കുമിളി പഞ്ചായത്തിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മുല്ലപ്പെരിയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. കേരളത്തിലാണെങ്കിലും തമിഴ്നാടിന്റെ പാട്ടത്തിന് കൊടുത്ത ഒരു അണക്കെട്ടാണിത്. 999 വർഷത്തേക്കാണ് കേരളം തമിഴ്നാടിന് പാട്ടത്തിന് കൊടുത്തത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന ഒരു നിശ്ചിത വീതം വെള്ളം തമിഴ്നാട്ടിൽ ജലസേചനത്തിനും വൈദ്യുതി നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത്. അണക്കെട്ടിൽ നിന്ന് വെള്ളം തമിഴ്നാട്ടിലേക്ക് പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയാണ് കൊണ്ടുപോകുന്നത്. അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ഏറെ കാലങ്ങളായി 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട്. 1961 വെള്ളപ്പൊക്കത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ അണക്കെട്ടിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വാദങ്ങളും എതിർവാദങ്ങളും ഉയർന്നു വന്നത്. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഈ കാലപഴക്കം ചെന്ന അണക്കെട്ടിനെ ശക്തമായ ഒരു വെള്ളപ്പാച്ചലിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അണക്കെട്ടിന്റെ താഴ്വാരയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ അണക്കെട്ട് ഒരു സുരക്ഷാ ഭീഷണിയാണ്. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത്. നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ലോകത്ത് ഇന്ന് നിലവിലുള്ള ഏക അണക്കെട്ട് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ. ബ്രിട്ടീഷ് സാമ്രാജ്യ ഭരണകാലത്ത് കേരളത്തിലെ പശ്ചിമഘട്ട പ്രദേശത്തു നിന്നും മഴനിഴൽ പ്രദേശങ്ങളായ മധുര, തേനി തുടങ്ങിയ തമിഴ്നാട് ഭാഗങ്ങളിലേക്ക് ജലസേചനത്തിനായി ജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ അണക്കെട്ട്. അസ്ഥിവാരത്തിൽ നിന്ന് ഏതാണ്ട് 53.6 മീറ്റർ, അതായത് ഏകദേശം 176 അടി അണക്കെട്ടിന്റെ ഉയരം. നീളം 365.7 മീറ്ററും, അതായത് 1200 അടി. അണക്കെട്ട് നിലനിൽക്കുന്നത് കേരളത്തിന്റെ സ്ഥലത്താണെങ്കിലും അതിന്റെ നിയന്ത്രണം തമിഴ്നാടിന്റെ കൈവശമാണ്. ഒരണക്കെട്ടിന്റെ പരമാവധി കാലാവധി 60 വർഷമാണെന്നിരിക്കെ 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ളവർക്കും കേരളത്തിലെ 5 ജില്ലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന വാദം കേരളം ഉയർത്തുമ്പോൾ ഇതിനെക്കുറിച്ച് നടന്നിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിന്റെ വാദങ്ങൾക്ക് കഴമ്പില്ലെന്നും തമിഴ്നാട് വാദിക്കുന്നു. അണക്കെട്ട് സുരക്ഷിതമാണെന്ന് തമിഴ്നാട് അവകാശപ്പെടുമ്പോൾ അത് ഭീതിജനകമാണെന്ന് കേരളം പറയുന്നു. സഹായക അണക്കെട്ടായ ബേബി ഡാമും ഭീതിജനകമാണെന്നാണ് കേരളത്തിന്റെ വാദം. എന്നാൽ അണക്കെട്ട് 1922-ലും 1965-ലും സിമന്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തിയെന്നും ഭയപ്പെടാൻ ഒന്നുമില്ലെന്നും തമിഴ്നാടിന്റെ മുഖ്യ എഞ്ചിനീയർ പറയുമ്പോൾ സിമന്റ് പഴയ സുർക്കിക്കൂട്ടിൽ വേണ്ടത്ര ചേരില്ലെന്ന് കേരളത്തിലെ വിദഗ്ധർ പറയുന്നു.
1902 തന്നെ അണക്കെട്ട് നിർമ്മാണത്തിലെ പ്രധാന കൂട്ടായ ചുണ്ണാമ്പ് വർഷം 30.48 ടൺ വീതം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അത് അനേകം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് കേരളത്തിന്റെ വാദം. 1979-81 കാലഘട്ടത്തിൽ നടത്തിയ ബലപ്പെടുത്തൽ അണക്കെട്ടിന് ബലക്ഷയമാണ് വരുത്തിവെച്ചത് എന്ന് ഇതിനെക്കുറിച്ച് പഠിച്ച എം ശശീന്ദ്രന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 2006 നവംബർ 24-ന് അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് സംബന്ധിച്ച് പഠിക്കാൻ നാവികസേന വൃന്ദങ്ങൾ എത്തിയെങ്കിലും കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് അവർ പഠനം നടത്താതെ മടങ്ങുകയായിരുന്നു. 15 ദശലക്ഷം ഘനയടി ജലമാണ് ഡാമിന്റെ പൂർണ്ണ സംഭരണശേഷി. എന്നാൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള അനുവദനീയമായ പരമാവധി സംഭരണശേഷി 136 അടിയാണ്. ഇത് 11 ദശലക്ഷം ക്യൂബിക് അടിക്കും തുല്യമാണ്. ഭൂകമ്പത്തെ തുടർന്നോ മറ്റോ ഡാം തകർന്നാൽ 3 മുതൽ 4 മണിക്കൂർ കൊണ്ട് വെള്ളം ഇടുക്കി ഡാമിലെത്തും. ഇടുക്കി ഡാമിന്റെ പരമാവധി സംഭരണശേഷി 74.5 ദശലക്ഷം ഘന അടിയാണ്. എന്നാൽ 70.5 TMC വരെയാണ് സംഭരിക്കാറുള്ളത്. അതായത് മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഒഴുകിയെത്താവുന്ന 11.2 ദശലക്ഷം ഘനയടി ജലത്തിൽ 10 ദശലക്ഷം ഘനയടി ജലത്തെയും ഉൾക്കൊള്ളാൻ ഇടുക്കി ഡാമിന് കഴിയും. ഡാം തകർന്നതിനു ശേഷം വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്താൻ എടുക്കുന്ന 3 മുതൽ 4 മണിക്കൂറിനുള്ളിൽ ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായുള്ള ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ നിയന്ത്രിതമായി തുറന്നുകൊണ്ട് ഇടുക്കി ഡാമിന്റെ ജലനിരപ്പ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. ചെറുതോണി ഡാമിന്റെ മുകൾ ഭാഗത്ത് 5 പ്രധാന ഷട്ടറുകളും താഴെ 2 ചെറിയ ഷട്ടറുകളുമാണുള്ളത്. ഓരോ പ്രധാന ഷട്ടറുകളിലൂടെയും മിനിറ്റിൽ 25,760 ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കാനാകും. ഇതോടൊപ്പം താഴെ ഭാഗത്തുള്ള ജനങ്ങൾക്ക് അപകട ഭീഷണി നൽകുകയും ചെയ്താൽ ഗുരുതരമായ ഭവിഷ്യത്തുകളെ ഒഴിവാക്കാൻ കഴിയും. 66 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഇടുക്കി ഡാം നിറഞ്ഞു വരാൻ 3 മുതൽ 6 വരെ മണിക്കൂറുകൾക്കുള്ളിൽ 7 ഷട്ടറുകളിലൂടെയും പൂർണ്ണ തോതിൽ ജലം പുറന്തള്ളിയാൽ കൂടുതലായുള്ള 1.2 ദശലക്ഷം ഘനയടി അധിക ജലം ഒഴുക്കിക്കളയാൻ ബുദ്ധിമുട്ടില്ലെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നിലവിലുള്ളതിലും കൂടുതലായിരിക്കുമ്പോഴാണ് ദുരന്തമെങ്കിൽ സ്ഥിതി ഇതിലും ഗുരുതരമാകും. മുല്ലപ്പെരിയാർ തകരുന്ന പക്ഷം ഒഴുകിയെത്താൻ ഇടയുള്ള മണ്ണും കല്ലും മരങ്ങളും മറ്റും ഇടുക്കിയുടെ സംഭരണശേഷി ഗണ്യമായി കുറയ്ക്കാനും സാധ്യതയുണ്ട്. കൂടാതെ മരങ്ങളും മറ്റും ഒഴുകി വന്ന ഷട്ടറുകളിലൂടെയുള്ള ജലപ്രവാഹത്തിന് തടസ്സമുണ്ടായാൽ പുറന്തള്ളുന്ന ജലത്തിന്റെ അളവ് കുറയുകയും ചെയ്യും. മറ്റൊരു സാധ്യത മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ കുതിച്ചെത്തുന്ന വെള്ളവും മരങ്ങളടക്കമുള്ള മറ്റ് അവശിഷ്ടങ്ങളും ഇടുക്കി അണക്കെട്ടിന് ഭീഷണിയാകുന്നത് സംബന്ധിച്ചാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒന്നാകെ തകരുകയാണെങ്കിൽ 50 അടി ഉയരത്തിലാണ് വെള്ളം ഇടുക്കി അണക്കെട്ടിലേക്ക് കുതിച്ചെത്താൻ സാധ്യത. ഈ ഭാഗത്തുള്ള വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, മാമല, ചപ്പാത്ത്, ഉപ്പുതറ, അയ്യപ്പൻ കോവിൽ പ്രദേശങ്ങളിലും 70,000 പേരുടെ ജീവനാണ് ഇതുമൂലം അപകടത്തിലാക്കുക. ഈ ആഘാതത്തിൽ ഇടുക്കി അണക്കെട്ട് തകർന്നാൽ താഴെയുള്ള 11 അണക്കെട്ടുകളും തകരാം. ഫലത്തിൽ ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ ജനങ്ങളെ ആകെ ബാധിക്കുന്നതിലേക്കാണ് ഇത്തരമൊരു ദുരന്ത സാധ്യത വിരൽ ചൂണ്ടുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ തകരുവാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് പലവിധ പ്രശ്നപരിഹാരങ്ങളും മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുണ്ട്. അവ പ്രധാനമായി ഇവയാണ്. 1. നിലവിലുള്ള ഡാമിന് താഴെ പുതിയൊരു അണക്കെട്ട് പണിയുക. നിലവിലുള്ള ഡാമിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക. നിലവിലുള്ള ഡാമിലെ ജലനിരപ്പ് കുറച്ച് തടയണയാക്കി നിലനിർത്തുക. അപകട സാധ്യത കുറയ്ക്കുക. ജലനിരപ്പ് കുറയ്ക്കുന്നതിനനുസരിച്ച് തമിഴ്നാട്ടിലെ ജലലഭ്യത ഉറപ്പുവരുത്താൻ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ ആവശ്യമായ ആഴത്തിൽ പുതിയ ടണലുകൾ നിർമ്മിക്കുക. മുല്ലപ്പെരിയാറിലെ വെള്ളം ഇടുക്കിയിൽ സംഭരിക്കുക. അവിടെ നിന്ന് പുതിയ ടണൽ മാർഗം തമിഴ്നാടിന് വെള്ളം നൽകുക. മുല്ലപ്പെരിയാർ ഡാം നിർജീവമാക്കുക. അപകടം സംഭവിച്ചതിന് ശേഷം നടത്തുന്ന കുറ്റപ്പെടുത്തലുകളെക്കാളും നല്ലത് അപകടം വരാതെ നോക്കുക എന്നതാണ്. എന്നാൽ കേരളത്തിലെ ഭരണാധികാരികൾ ഇന്നും തമിഴ്നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സുപ്രീം കോടതിയിൽ സംഭവിച്ചത്. മുല്ലപ്പെരിയാറിൽ തമിഴ്നാടിന്റെ താല്പര്യങ്ങൾ കേരളം ഹനിക്കാതിരിക്കാൻ വേണ്ടിയാണ് MK സ്റ്റാലിൻ പിണറായി വിജയനെ പൂശുന്നത്. തമിഴകത്തെ മുഖ്യമന്ത്രിക്ക് അവരുടെ ജനതയെ സംരക്ഷിക്കണമെന്ന ഒരു ആഗ്രഹം മാത്രമാണുള്ളത്. എന്നാൽ കേരളത്തിന്റെ കാര്യം അങ്ങനെയല്ല. അതാണ് സുപ്രീം കോടതിക്ക് മുന്നിൽ ചെന്ന് കേരളം തല കുനിച്ചു നിന്നത്.